ഇനി മുതൽ സർക്കാർ സ്കൂളുകളിൽ സൗജന്യമായി സാനിറ്ററി പാഡുകൾ ലഭ്യമാക്കണം. ആർത്തവ ശുചിത്വം ഭരണഘടനയുടെ 21-ാം വകുപ്പ് പ്രകാരം ജീവിക്കാനും സ്വകാര്യത സൂക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ശരിവച്ചത് മുതലാണ് ഈ ഒരു തീരുമാനം നടപ്പിലാക്കാൻ വന്നിട്ടുള്ളത്. ശുചിത്വമുള്ള പെൺ ടോയ്ലറ്റുകൾ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. സ്വകാര്യതയും അന്തസ്സും ഉറപ്പാക്കി ആർത്തവകാല പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാകാത്ത പെൺകുട്ടികൾക്ക് മാനസിക സമ്മർദ്ദമേറും. സ്കൂളിൽ മുഴുവൻ സമയം അവർക്ക് കഴിയാനാകില്ല. ആർത്തവ ശുചിത്വ നയം 3 മാസത്തിനുള്ളിൽ രാജ്യമെമ്പാടും നടപ്പാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൃത്തിയുള്ളതും പ്രവർത്തനക്ഷമവുമായ ടോയ്ലറ്റുകൾ, സാനിറ്ററി പാഡുകൾ, നിർമ്മാർജ്ജന സംവിധാനം തുടങ്ങിയവയുടെ അഭാവം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മത്സരിച്ച് മുന്നേറാനുമുള്ള അവകാശത്തിനും തടസ്സം സൃഷ്ടിക്കുന്നതായി കോടതി വിലയിരുത്തിയിട്ടുണ്ട്. സ്കൂളിൽ പോകാതിരിക്കാനും സുരക്ഷിതമല്ലാത്ത രീതികൾ സ്വീകരിക്കാനും ഈ സമയത്ത് പെൺകുട്ടികൾ നിർബന്ധിതരായേക്കാം. മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ലൈംഗികവും പ്രത്യുൽപാദനപരവുമായ ആരോഗ്യത്തെ ബാധിച്ചേക്കാം. ആർത്തവ ആരോഗ്യം സ്ത്രീയുടെ രഹസ്യ പ്രശ്നമല്ലെന്നും പുരുഷ സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി ഈ ഒരു നിയമത്തിലൂടെ തുറന്നു കാട്ടിയിട്ടുണ്ട്. പ്രഖ്യാപനത്തിൻ്റെ പിന്നോടിയായി 4 വ്യവസ്ഥകളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകളിലും പെൺകുട്ടികൾക്ക് മാത്രമായി ടോയ്ലറ്റുകൾ ഉറപ്പാക്കണം. സോപ്പും വെള്ളവും അവിടെ ഉണ്ടാവണം. സ്വകാര്യത ഉറപ്പാക്കുന്ന ഒരു രൂപകൽപ്പനയിലായിരിക്കണം ടോയ്ലറ്റുകൾ പണിയേണ്ടത്. 2. ഓക്സോ ബയോഡിഗ്രേഡബിൾ സാനിറ്ററി നാപ്കിനുകൾ സൗജന്യമായി നൽകണം. ഇവ പെട്ടെന്ന് എടുക്കാൻ തക്കവിധം വെൻഡിംഗ് യന്ത്രങ്ങൾ ടോയ്ലറ്റ് പരിസരത്തോ മറ്റുള്ള ഇടങ്ങളിലോ വയ്ക്കണം. 3. അടിവസ്ത്രങ്ങൾ, യൂണിഫോമുകൾ, ഡിസ്പോസിബിൾ പാഡുകൾ, മറ്റു ആവശ്യമായ വസ്തുക്കൾ എന്നിവ ലഭ്യമാവുന്ന ആർത്തവ ശുചിത്വ മാനേജ്മെൻറ്റ് കോർണർ എല്ലാ സ്കൂളുകളിലും സ്ഥാപിക്കണം. മറ്റൊന്ന്, സാനിറ്ററി പാഡുകൾ സുരക്ഷിതമായി സംസ്കരിക്കാനുള്ള സംവിധാനം വേണം. ഉപയോഗിച്ച സാനിറ്ററി പാഡുകൾ നിക്ഷേപിക്കാൻ ടോയ്ലറ്റുകളിൽ മൂടിയുള്ള വൃത്തിയുള്ള വേസ്റ്റ് ബിൻ കൂടി വേണം. വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ടോയ്ലറ്റിൽ പോവാനോ മൂത്രമൊഴിക്കാനോ തയ്യാറാകാതെ ഈ ഒരു ആർത്തവ സമയത്ത് പോലും മൂത്രം പിടിച്ചു വയ്ക്കുന്ന അവസ്ഥയാണ് പല പെൺകുട്ടികളിലും ഉണ്ടാകുന്നത്. അതുകാരണം തന്നെ ഇന്ന് റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഹോർമോണൽ പ്രശ്നങ്ങളെല്ലാം സ്ത്രീകളിലും പെൺകുട്ടികളിലും കൂടുതലായിട്ട് കണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊണ്ടുവന്നത് എന്തുകൊണ്ടും